5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ നിരവധി കാലങ്ങളിൽ സാമൂഹ്യമായും അതുപോലെ തന്നെ വർഗപരമായിട്ടും കാസ്റ്റിൻ്റെയും ജാതിയുടെ മറ്റ് രൂപങ്ങളാണ് ഒക്കെ പല രൂപത്തിൽ വിവേചനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഭാരതത്തിലുള്ള വിവേചനത്തെ ചെറുക്കുവാനാണ് നമ്മൾ റിസർവേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ സംവരണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൊണ്ടുവന്നത്. പക്ഷേ സംവരണം എന്ന് പറയുന്ന കാഴ്ചപ്പാടിനെ കുറിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. തീർച്ചയായിട്ടും അധസ്ഥിതരായ ഒരു വിഭാഗം ആളുകളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് സംവരണം ആവശ്യമുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, നമ്മൾ 70 വർഷമായി സംവരണത്തിൻ്റെ പിറകിലാണ്. അങ്ങനെ സംവരണത്തിൻ്റെ പുറകിൽ നിൽക്കുമ്പോൾ ഈ സംവരണത്തിൻ്റെ ആനുകൂല്യം നേടുന്നത് ആരാണ്? ഒരിക്കലൊരു ആനുകൂല്യം നേടിയ കുടുംബമുണ്ടെങ്കിൽ ആ കുടുംബത്തിലുള്ള ആളുകൾ തന്നെ വീണ്ടും നല്ല വിദ്യാഭ്യാസപരമായി സാമ്പത്തികമായി ഉയർന്നു വന്നതിന് ശേഷം ആ കുടുംബത്തിലെ ആളുകൾ തന്നെയാണ് വീണ്ടും സംവരണത്തിൻ്റെ ആനുകൂല്യം നേടുന്നത്. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത്, ഇപ്പോൾ കോളനികളിൽ താമസിക്കുന്നവർ വീണ്ടും കോളനികളിൽ തന്നെ താമസിക്കുകയാണ്, ചേരികളിലുള്ളവർ വീണ്ടും ചേരികളിൽ തന്നെ താമസിക്കുകയാണ്. അവിടെ നിന്ന് ഡോക്ടർമാർ വരുന്നില്ല, എഞ്ചിനീയർമാർ വരുന്നില്ല, ബിസിനസ് ആളുകൾ വരുന്നില്ല, സർക്കാർ ഉദ്യോഗസ്ഥർ വരുന്നില്ല, IAS വരുന്നില്ല, IPS ആരും കോളനികളിൽ നിന്ന് വരുന്നില്ല. പ്രത്യേകിച്ച് ദളിത് കോളനികളിൽ നിന്ന് വരുന്നില്ല, പട്ടികജാതി പട്ടികവർഗ കോളനികളിൽ നിന്ന് വരുന്നില്ല, ചേരികളിൽ നിന്ന് വരുന്നില്ല. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഏതെങ്കിലും തരത്തിൽ സംവരണത്തിൻ്റെ ആനുകൂല്യം കിട്ടിയ ഒരു വിഭാഗം, അത് ഈ പ്രദേശങ്ങളിൽ നിന്നുള്ളവരാകട്ടെ, കിട്ടിക്കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും മറ്റ് സമുദായങ്ങൾ പലരും ചെയ്യുന്നത് മറ്റ് സമുദായങ്ങളിൽ നിന്നൊക്കെ വിവാഹം കഴിക്കേണ്ടെന്നുള്ള അഭിപ്രായമല്ല ഞാൻ പറഞ്ഞത്. വിവാഹം കഴിച്ച് അവർ പട്ടികജാതി പട്ടികവർഗത്തിലോ ദളിത് വിഭാഗത്തിലോ ജനിച്ചു എന്ന് പറയാൻ പോലും ബുദ്ധിമുട്ടായി പോയി മറ്റൊരു തരത്തിലേക്കൊക്കെ പോകുമ്പോൾ ഒരു മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ ഇപ്പോഴും സംവരണത്തിൻ്റെ കൃത്യമായ ആനുകൂല്യം ലഭിക്കാതെ, അല്ലെങ്കിൽ കൃത്യമായ അതിൻ്റെ തത്വം ലഭിക്കാതെ ഭാരതത്തിലും കേരളത്തിലും നിലനിൽപ്പുണ്ട്. അതൊരു പ്രധാന വിഷയം. രണ്ടാമത് ഇതുമായി ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വിഷയം, സർക്കാർ സംവിധാനങ്ങളിൽ മാത്രമാണല്ലോ നമ്മൾ ഈ സംവരണത്തെക്കുറിച്ച് ചിന്തിച്ചിങ്ങനെ പോകുന്നത്. സർക്കാർ സംവിധാനം എന്ന് പറയുന്നത് സാമൂഹ്യനീതിയുടെ ഇടം കൂടിയാണ് എന്നുള്ള കാഴ്ചപ്പാടിലാണ് ഇതൊക്കെ നാം ചെയ്യുന്നത്. അധികാര സ്ഥാനങ്ങൾ കൂടി പങ്കുവച്ചാൽ മാത്രമാണ് ഇത് നമ്മുടെ സാമൂഹ്യ നീതി വരികയുള്ളൂ എന്നുള്ള കാഴ്ചപ്പാടിലാണ്. പക്ഷേ അപ്പോൾ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്, അവിടെ ക്രിയാത്മകതയെ സംബന്ധിച്ച്, ഒരു ക്രിയേറ്റിവിറ്റിയെ സംബന്ധിച്ച് പ്രശ്നമുണ്ട്. ഇപ്പോൾ കേരളം പോലുള്ള സ്ഥലങ്ങൾ എടുത്തു നോക്കൂ, നന്നായി പഠിക്കുന്ന നല്ല മാർക്കുള്ള മെരിറ്റുള്ള കുട്ടികളിൽ നല്ലൊരു വിഭാഗം വിദേശ രാജ്യങ്ങളിൽ പോകും. മറ്റൊരു നല്ലൊരു വിഭാഗം എഞ്ചിനീയറിംഗും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളവർ ടെക്നോ പാർക്ക് പോലുള്ള സ്ഥാപനങ്ങളിൽ കയറും. ഇതെല്ലാം സ്വകാര്യ സ്ഥാപനങ്ങളാണ്. അവിടെ ഇപ്പോൾ ടെക്നോ പാർക്കിലൊക്കെ ഇന്ന് ജോലി ചെയ്യുന്ന ആളുകളുടെ ഒരു സേവനവും നമ്മുടെ നാട്ടിലെ അസുഖങ്ങൾ മാറ്റുന്നതിനോ നമ്മുടെ കൃഷി വർദ്ധിപ്പിക്കുന്നതിനോ നമ്മുടെ വ്യവസായം വർദ്ധിപ്പിക്കുന്നതിനോ ഒന്നും വളർച്ച കൂട്ടുന്നതിനൊന്നും ടെക്നോ പാർക്കിൽ ആളുകളുടെ സംഭാവന ഇല്ലല്ലോ. അവർ അന്താരാഷ്ട്ര തലത്തിലുള്ള മാർക്കറ്റ് എക്കോണമിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു, സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അതിൻ്റെ ഫലം ലഭിക്കുന്നത് മറ്റ് പലർക്കുമാണ്. അപ്പോൾ നമ്മുടെ ക്രിയേറ്റീവായിട്ടുള്ള ആളുകൾ പലപ്പോഴും സിസ്റ്റത്തിൽ വരുന്നില്ല എന്നുള്ളൊരു വലിയ പ്രതിസന്ധിയുണ്ട്. ഇതെങ്ങനെ പരിഹരിക്കപ്പെടും? പല നിർദ്ദേശങ്ങളും വന്നിട്ടുണ്ട്. ഇതെല്ലാം നടപ്പിലാക്കണമെന്നോ ആർക്കാലും കിട്ടുന്ന നീതി നിഷേധിക്കപ്പെടണമെന്നോ അവസരം ഇല്ലാതാക്കണമെന്നുള്ള ചർച്ചയല്ല ഞാൻ ഉയർത്തി വെക്കുന്നത്. പക്ഷേ പലതും പറയും, ഇപ്പോൾ പഠിക്കുന്നതിന് നല്ല സംവരണം കൊടുക്കാം, പക്ഷെ പഠനം കഴിഞ്ഞ് ജോലിക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും സംവരണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. ജോലി ഇപ്പോൾ പ്രത്യേകിച്ച് പ്രൊഫഷണൽ ജോലികൾ വരുമ്പോൾ, ഇപ്പോൾ ഡോക്ടറാവുന്നു, നല്ല ഡാമിൻ്റെ പോലുള്ള കൺസ്ട്രക്ഷൻ മേഖലയൊക്കെ വരും. അങ്ങനെ ഒരുപാട് മേഖലകളുണ്ട്. അത്തരം മേഖലകളൊക്കെ വരുമ്പോൾ എഞ്ചിനീയർമാരുടെ കാര്യത്തിലായാലും ധാരാളം, അതുപോലെ സയൻറ്റിസ്റ്റുമാരുടെ കാര്യത്തിലായാലും ബൗദ്ധികമായ കാര്യങ്ങൾ ധാരാളമായി പ്രയോഗിക്കേണ്ടുന്ന മേഖലകളിൽ അവിടെയും റിസർവേഷൻ്റെ ആനുകൂല്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായി ക്രിയാത്മകമായി പ്രവർത്തിക്കേണ്ട ക്രിയേറ്റിവിറ്റിയുള്ള ആളുകളുടെ സേവനം സമൂഹത്തിന് കിട്ടാതെ പോകുന്നു. അതൊരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അവരുടെ സേവനം എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളത് കൃത്യമായി സമൂഹം ആലോചിക്കേണ്ട വിഷയമാണ്. അത് ചിലപ്പോൾ കൺസൾട്ടൻസി രൂപത്തിലായിരിക്കും, മറ്റേതെങ്കിലും രൂപത്തിലായിരിക്കും. പക്ഷേ കൃത്യമായും വളരെ ഗൗരവമായും റിസർവേഷൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും പുനരാലോചിക്കേണ്ട സമയമായി. അതൊരു പുനർവിചിന്തനം നടത്തണം. അതിൻ്റെ അർത്ഥം അത് നിർത്തലാക്കണമെന്നല്ല. ഈ ആനുകൂല്യങ്ങൾ ആർക്കാണ് ലഭിക്കുന്നത്, ഏത് വിഭാഗത്തിനാണ് ലഭിക്കുന്നത്, ആ വിഭാഗത്തിലെ തന്നെ സാമ്പത്തികമായി മുന്നോക്കമുള്ളവർക്കാണോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്? ഒരു കുടുംബത്തിന് അച്ഛൻ അല്ലെങ്കിൽ അമ്മയ്ക്ക് സംവരണം കിട്ടി, പിന്നെ ആ കുടുംബത്തിന് ബാക്കിയുള്ള എല്ലാവർക്കും സംവരണം കിട്ടുന്നു. അതേസമയം ആ വിഭാഗത്തിൽപ്പെട്ട തന്നെ അധസ്ഥിതരായ ആളുകളുടെ എണ്ണത്തിന് ഒരു കുറവുമില്ല. അത് വളരെ ഗൗരവമായൊരു വിഷയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സംവരണത്തിൻ്റെ കാര്യങ്ങളെ പുനർനിർണ്ണയിക്കപ്പെടേണ്ടതുണ്ട്. അംബേദ്കർ പോലും അങ്ങനെ ചിന്തിച്ചിരുന്നു. ഇപ്പോൾ എന്നോട് കൃത്യമായൊരു രേഖ ചോദിച്ചാൽ എനിക്കിപ്പോൾ എൻ്റെ കൈവശമില്ല. ഈ ചർച്ച ഭാരതത്തിലും കേരളത്തിലുമൊക്കെ വളരെ ഗൗരവമായി നടക്കുന്നു. അംബേദ്കർ പോലും പറഞ്ഞിരുന്നത്രേ, വളരെ എല്ലാ കാലവും കൊണ്ടുപോകുന്ന ഒരു രീതിയല്ല സംവരണം. അതേസമയം സമൂഹത്തിലെ അധസ്ഥിതരായിട്ടുള്ള ആളുകളെ, പട്ടികജാതി പട്ടികവർഗ്ഗക്കാരെ, ദളിത് വിഭാഗങ്ങളെ, മറ്റ് പിന്നോക്ക വിഭാഗങ്ങളെ തീർച്ചയായും ഉയർത്തിക്കൊണ്ടുവരണം. അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടത് വളരെ കൃത്യമായ ആവശ്യമുണ്ട്. പക്ഷേ അത് എത്ര കാലം, എങ്ങനെ എന്നുള്ളത് ചെയ്യുന്നിടത്താണ് നമുക്ക് പലപ്പോഴും പരാജയം സംഭവിക്കുന്നത്. ഇത് വളരെ ഗൗരവമായി ചർച്ച ചെയ്യണം. ഞാൻ മറ്റൊന്നിന് വേണ്ടിയിട്ടല്ല പറയുന്നത്, വളരെ ക്രിയാത്മകമായ കാര്യങ്ങൾ
ഇത് നമുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഞാനൊരു ചെറിയ ഉദാഹരണത്തോടെ പറഞ്ഞുകൊണ്ട് ആ ഭാഗം അവസാനിപ്പിക്കാം. എൻട്രൻസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഡോക്ടർമാരുടെ എൻട്രൻസുമായി ബന്ധപ്പെടുത്തി ഇത് കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം അവരെ കൗൺസിലിംഗ് നടക്കുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ മുന്നോക്ക സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിക്ക് 70% മാർക്കുണ്ടായിരുന്നു. പക്ഷേ അവസാനം ഇത് ലിസ്റ്റ് വായിച്ച് വന്നപ്പോൾ അയാളുടെ പേര് ലാസ്റ്റ് ആയിപ്പോയി. അത് അങ്ങനെ അതേസമയം 40% അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള അയാളുടെ കൂടെ പഠിച്ചിട്ടുള്ള 40%കാരി പിന്നെ റിസർവേഷൻ കാറ്റഗറിയിൽ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ 80 ഉയർന്ന മാർക്ക് വാങ്ങിച്ച മുന്നോക്ക സമുദായത്തിൽപ്പെട്ട കുട്ടിക്ക് ലിസ്റ്റ് വന്നപ്പോൾ കിട്ടിയില്ല. ഫൈനൽ ലിസ്റ്റിന് പേര് വായിച്ചപ്പോൾ വായിക്കുന്നില്ല, കൗൺസിലിങ്ങിന് പേര് വായിച്ചപ്പോൾ വായിച്ചില്ല. ചാൻസിന് വേണ്ടി പോയതാണ്, വായിച്ചില്ല. അതേസമയം വളരെ പെട്ടെന്ന് തന്നെ അപ്പുറത്തുനിന്ന് കുട്ടിക്ക് കിട്ടി. ഒരു ക്ലാസ്സിലിരുന്ന് പഠിച്ചവരാണ്. അപ്പോൾ ഈ കിട്ടാത്ത കുട്ടി പറഞ്ഞത്, ഞാനൊരു കേട്ട ഒരു കാര്യമാണ്, കിട്ടാത്ത കുട്ടി പറഞ്ഞത്, ഇതെന്ത് ലോകമാണ്, ഞാൻ ഒരു സമുദായത്തിൽ വന്നോ ഒരു മതത്തിൽ വന്നോ ജനിച്ചത് എൻ്റെ കുറ്റമല്ലല്ലോ, മറ്റൊരു മതത്തിൽ പോയി ജനിച്ചത് മറ്റേ കുട്ടിയുടെ കഴിവ് കൊണ്ടും അല്ലല്ലോ, അപ്പോൾ ഈ നാട്ടിൽ കഴിവിനൊരു വിലയുമില്ലേ? തീർച്ചയായും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. നമ്മുടെ നാട്ടിൽ കഴിവിന് വിലയില്ലാത്തൊരു നാടാണോ? സാമൂഹ്യനീതി എല്ലാം ആവശ്യമുണ്ട്. പക്ഷെ കഴിവുള്ള ആളുകളുടെ കഴിവ് നമ്മൾ പ്രയോജനപ്പെടുത്താൻ എന്താണ് ചെയ്യുന്നത്? എന്താണ് നമ്മുടെ മുന്നിലുള്ള മാർഗം? ഇതിന് പരിഹാരം പറയേണ്ടത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട, പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട, ദളിത് വിഭാഗത്തിൽപ്പെട്ട സംവരണ ആനുകൂല്യം നേടുന്നവർ കൂടി ഇതിൽ അഭിപ്രായം പറയേണ്ടതാണ്. എങ്ങനെയാണ് നമുക്ക് ക്രിയാത്മകമായിട്ടുള്ള ആളുകളെ വാർത്തെടുക്കുന്നത്? എനിക്കൊരു നിർദ്ദേശമുള്ളത്, വളരെ കുഞ്ഞുനാൾ മുതൽ തന്നെ പട്ടികജാതി പട്ടികവർഗക്കാരാവട്ടെ, ദളിത് വിഭാഗമാകട്ടെ, പിന്നോക്ക വിഭാഗമാകട്ടെ, അവർക്ക് നല്ല സാഹചര്യം കൊടുക്കുന്നത്, അവരുടെ ഭൗതിക സാഹചര്യവും സാമ്പത്തികവും ഒക്കെ പ്രശ്നമാകുന്നുണ്ടാണല്ലോ അവർക്ക് പഠിച്ചു വരാൻ പറ്റാത്തതിൻ്റെ പ്രശ്നങ്ങൾ പറയുന്നത്. അവർക്ക് നല്ല സാഹചര്യം കൊടുത്ത്, നല്ല ഹോസ്റ്റലെല്ലാം കൊടുത്ത്, നല്ല സാഹചര്യം കൊടുത്തിട്ട് അവരെ ഉയർത്തിയെടുക്കൂ. ഇപ്പോൾ പഠനത്തിലായിക്കോട്ടെ, പഠനത്തിൽ വന്നാലും നമുക്ക് അതും പിന്നെ ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്ക് പുനർവിചിന്തനം നടത്തണം. പക്ഷേ ഇപ്പോൾ പഠനത്തിലായിക്കോട്ടെ, അത് കഴിഞ്ഞാൽ ജോലിയുടെ ഭാഗത്ത് വരുമ്പോഴാണ്, ഇതിപ്പോൾ പ്രൊമോഷൻ്റെ ഭാഗത്തും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ക്രിയാത്മകമായി ജോലി ചെയ്യുന്ന അനുഭവ സമ്പത്തുള്ള ആളുകളുടെ ഒരു വലിയ ഒരു കഴിവ് നമ്മുടെ സമൂഹത്തിന് കിട്ടാതെ പോകുന്നുണ്ട്. അതും കൂടി കൊണ്ടല്ലേ നമ്മുടെ നാടിൻ്റെ പുരോഗതി പിറകിലോട്ട് പോകുന്നത്? ലോകരാജ്യങ്ങളോടൊപ്പം, ലോകത്തിലെ മറ്റ് വ്യവസ്ഥിതികളോടൊപ്പം ഭാരതത്തിനും കേരളത്തിനും മുന്നോട്ട് പോകാൻ കഴിയാത്തതിൻ്റെ ഒരു കാരണം ഇതല്ലേ എന്ന് ചർച്ച ചെയ്യണം എന്ന് മാത്രമാണ് ഇതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്.